സ്വാതിപടായിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ സത്യേട്ടാ, അങ്ങനെ തമ്പേട്ടന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയിട്ടുള്ള പാസ് റെവഡി ശങ്കരേട്ടൻ എനിക്ക് തരുന്നതോടുകൂടിയാണ് നമ്മൾ ഇന്റർവെല്ലിൽ പ്രഖ്യാപിച്ചത്. അപ്പൊ കഥന്ന് നമ്മൾ അവിടെ നിന്നാണ് തുടരുന്നത്. സത്യം പറഞ്ഞാൽ ആ പാസ് എനിക്ക് കുറുക്കന് ആമ കിട്ടിയ പോലെ. ഒന്നാമതായിട്ട് എൻ്റെ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ 6 7 പഠിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സമയം ആ സമയത്ത് രാത്രി സിനിമയ്ക്ക് പോവാൻ എന്നെ എന്തായാലും അനുവദിക്കില്ല. ഇവിടെ നിന്ന് യാതൊരു ഉറപ്പില്ല. അതുമാത്രമല്ല, എൻ്റെ ആ ചാൻസാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. ഞാൻ എന്തായാലും അമ്മയുടെ അടുത്ത് സമീപിച്ചു. കാരണം നമ്മൾ അമ്മേനുള്ള അഭയം പ്രാപിക്കാം. അമ്മേ, എന്താടാ, ഞാൻ ഒരു സിനിമയ്ക്ക് പോട്ടെ. സിനിമ? അമ്മ നടാടെ സിനിമ എന്നുള്ള വാക്ക് കേൾക്കുകയാണ്. അമ്മ ചോദിച്ചു, ആരുടെ കൂടെ? പൊന്നൂന്റെ കൂടെ. അങ്ങനെ പെട്ടെന്നൊരു നുണ കിട്ടും നമുക്ക്, ഒരു അത്യാവശ്യം. പക്ഷെ ഞാൻ വേറൊരാളുടെ കൂടെ പോവാച്ച അമ്മയ്ക്ക് കുഴപ്പമില്ല. അതനുസരിച്ച് എന്റെ നാവിലൊരു പൊന്നു വന്നതാണ്. നാവ് പൊന്നായതാണ്. അമ്മ ആരുടെ കൂടെ? പൊന്നൂന്റെ കൂടെ. ആരുടെ പൊന്നു? കാളിയുടെ പൊന്നു. എവിടുന്ന കാശ്? ഫ്രീ ആണ് പാസ്. സ്വാമി അയ്യപ്പോ, അങ്ങനെ ഒരു ചോദ്യം. അത്ര പരിപാടി. അപ്പൊ പൊന്നൂന്റെ കൂടെ സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞപ്പോ അമ്മകത്ത് പോയി ഒരു നുള്ളു ഭസ്മം കൊണ്ടുവന്ന് നെറ്റിയിൽ വിലങ്ങനെ റോഡ് വെട്ടിയിട്ട് തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു. എന്റെ മകൻ കുന്നത്ത് വെച്ച വിളക്ക് പോലെ സിനിമ കണ്ട് ജയിച്ചം വരയ്ക്കും കാത്തോളേ കളരി വരമ്പര ദൈവങ്ങളെ. ആവേശത്തിൽ ഞാൻ സങ്കല്പത്തിൽ നിന്നൊരു വീരാളിപ്പട്ട് ഉടുത്ത് തൊടിയിലെ മഞ്ഞപ്പാവട്ടയിൽ കെട്ടി കച്ചമുറക്കി ഓതരം പറഞ്ഞ് സിനിമ കാണാനായി പുറപ്പെട്ടു. പോകുമ്പോ അമ്മ പറഞ്ഞു, പണിസ്ഥലത്ത് പോയിട്ട് അച്ഛനെ കണ്ട് അനുഗ്രഹം വായിച്ചോ, തന്നില്ലെങ്കിൽ ഉറുമി വടക്കി തിരിച്ചു പോന്നതാണ്. അച്ഛൻ 18 കളിക്ക് ആശാനും പോരാത്തതിന് പൂഴിക്കടകനും പേരുകൊണ്ട് പരമേശ്വരനുമായതിനാൽ അമ്മയോട് പയറ്റ് തെളിഞ്ഞ അടവുകളൊന്നും അച്ഛനോട് ഏച്ചില്ല എന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അച്ഛന്റെ പേര് പരമേശ്വരൻ എന്നാ. അതുകൊണ്ട് തന്നെ നുണ ആയുധം കൊണ്ട് ഒരിക്കലും ഞാൻ അച്ഛനെ നേരിട്ടിട്ടില്ല. നുണ പൊളിയെന്നൊക്കെ അറിയാം. ഷൊർണൂർ ലോക്കൌട്ട് ഷെഡിന്റെ വിശാലമായ യാർഡിൽ തൊഴിലാളി സുഹൃത്തുക്കളുടെ നടുവിലായിട്ടല്ലാതെ പണിസ്ഥലത്ത് വെച്ച് അച്ഛനെ ഞാൻ തനിച്ച് കണ്ടിട്ടില്ല. അച്ഛൻ അവിടെ ആയിരുന്നില്ലേ പണി? അച്ഛനന്ന് അത് പറയാച്ച റെയിൽവേയുടെ ഒരു ചരിത്രം ഈ ഗ്യാപ്പിൽ വേണമെങ്കിൽ പറയാം. നമ്മുടെ ഷൊർണൂർ റെയിൽവേ യാർഡിന്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു ചരിത്രം പറയേണ്ടി വരും. അതായത് അന്ന് എല്ലാ വണ്ടികളും ഇവിടെ വന്നിട്ട് കൽക്കരി ഇവിടുന്ന നിറയ്ക്കാം. കൽക്കരി ഷണ്ടിങ്ങും യാർഡില്. അപ്പൊ ഈ ഭയങ്കര ബഹളാണ് അന്ന് യാർഡില്. യാർഡില് കൽക്കരി, ഈ കൽക്കരി തന്നെ പലതരം കൽക്കരികളുണ്ട്. അപ്പൊ ഈ വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ തീവണ്ടി എഞ്ചിനൊക്കെ പ്രത്യേക തരം തീവണ്ടി എഞ്ചിനാണ്. WP, WG, AWC, PT ക്ലാസ്, ഇങ്ങനെയൊക്കെയാണ് ഓരോ വണ്ടിയുടെ പേര്. ഈ WP വണ്ടി എപ്പോഴും മെയിൽ വണ്ടി ആയിട്ടായിരിക്കും പോവുക. അതിന്റെ മോന്ത അങ്ങനെ കൂർത്തിട്ട് അതിനൊരു നക്ഷത്രമൊക്കെ ഉണ്ടാവും. WG എന്നുള്ളത് വെയിറ്റ് വലിക്കാനുള്ളതാണ്. AWC എന്നുള്ളത് ഇവിടെ ഷണ്ടിങ് യാർഡിൽ മാത്രം ഓടുന്ന വണ്ടിയാണ്. PT ക്ലാസ് എന്ന് പറഞ്ഞാൽ ഈ വലിയ വെയിറ്റുള്ള ലോഡ് കയറാൻ പറ്റാണ്ട് ഈ നമ്മുടെ ഈ കയറ്റൊക്കെ ഭയങ്കര കയറ്റാണ്. അപ്പൊ പിന്നിന്ന് തള്ളി കയറ്റാനുള്ള വണ്ടിയാണ്. ഇതിനൊക്കെ വ്യത്യസ്ത രീതിയിൽ കരികളാണ്. അന്നത്തെ BS അങ്ങനെ എന്തൊക്കെയാണ് കരികളുടെ പേര്. ആ കരികൾ ഇടും. അപ്പൊ ഈ കരികൾ കയറ്റിയിടാൻ അപ്പൊ ഏതൊക്കെ വണ്ടിക്ക് ഏതൊക്കെ കരികളിൽ എവിടെയൊക്കെ നിർത്തണം ഇതൊക്കെ അറിയണം. അപ്പൊ അന്ന് ഭയങ്കര 8 മണിക്കൂറാണ് എല്ലാവർക്കും ഡ്യൂട്ടി. പിട ഈ വണ്ടിക്ക് ഇങ്ങനെ കയറ്റിയിടലൊക്കെ ആയിട്ട് ഭയങ്കര ബഹളാണ്. ഷൊർണൂരിന്റെ സുവർണ്ണ കാലഘട്ടമാണ്. അപ്പൊ അതിൽ ഈ തൊഴിലാളികളുടെ ഒരു മേസ്ത്രി ആയിട്ടാണ് അച്ഛൻ. അപ്പേട്ടൻ. അതെ, പരമേശ്വരൻ. അപ്പോഴും തൊഴിലാളികളുടെ ഇടയിലായിരിക്കും അച്ഛൻ. പക്ഷെ അച്ഛനെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിട്ടലില്ല അവിടെ. ഞാൻ സിനിമയ്ക്ക് പോകേണ്ട ഒരു കാര്യം പറയാൻ ചെന്ന് നിന്നപ്പോ അച്ഛൻ ഒറ്റയ്ക്കാണ്. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ചില ഭാഗ്യമുണ്ട്. ഞാൻ ആ ഒരു ആവേശത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോ അനുഗ്രഹം പോലെ ആയിരിക്കും കാലാവസ്ഥയും ദൈവമൊക്കെ നമ്മുടെ പിന്നാലെ വന്നിട്ടുണ്ടാവും. അപ്പൊ അച്ഛൻ ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഞാൻ വടി പോലെ ചെന്ന് റെവഡി ശങ്കരേട്ടൻ തന്ന പാസിന്റെ കഥ ഫ്ലാഷ് ബാക്ക് ആയിട്ടും സിനിമയ്ക്ക് പോകാനുള്ള ആഗ്രഹം വള്ളേനായിട്ടും അച്ഛൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അച്ഛൻ ഇടത്തെ കയ്യിന്റെ 2 വിരലുകൾ മേൽച്ചുണ്ടിൽ ചേർത്ത് വെച്ച് മീശ 2 വശങ്ങളിലേക്കും സൂം ചെയ്തുകൊണ്ട് എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അച്ഛന് ചെറിയൊരു മീശ ഉണ്ട്. എന്തൊരു കാര്യം ആലോചിക്കുമ്പോഴൊക്കെ മൂപ്പര് ഇങ്ങനെ സൂം ചെയ്തുകൊണ്ട്. അച്ഛൻ വേറൊന്നും ചോദിച്ചില്ല. രാത്രി ഒറ്റയ്ക്ക് തിരിച്ചു വരാനുള്ള ധൈര്യം ഉണ്ടോ? മനസ്സിലൊരു മീശ സൂം ചെയ്തുകൊണ്ട് ഞാനും പറഞ്ഞു, ഉണ്ട്. എനിക്കിന്ന് മീശയില്ലല്ലോ, മനസ്സിലുണ്ട്.
കടുവയുടെ മുദ്രയുള്ള ഒരു 4 കയ്യിൽ തന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഏതായാലും ശങ്കരൻ ഒരു പാസ് തന്നിട്ട് അത് വെറുതെ കളയണ്ട, പോയി കണ്ടിട്ട് വാ. അപ്പൊ വടക്കമ്പാട്ടിൽ നിന്ന് ശരീരം ഉണ്ടായി. താഴത്തെ പൂരയ്ക്കൽ ജനിച്ചോരെല്ലാം പോലഴകുള്ളോരായിരുന്നു, ആണുങ്ങളായി വളർന്നോരെല്ലാം സെക്കൻഡ് ഷോ കണ്ടവരായിരുന്നു. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഞാനങ്ങനെ 4 ഒരു ചുരികയായി സങ്കല്പിച്ച് അച്ഛനെ താണു വണങ്ങി അത് വാങ്ങി പോക്കറ്റിലിട്ടു. 4 ചെലവാക്കാനുള്ള ഒരു കരട് രേഖ ഉണ്ടാക്കി. ഏതായാലും ചായക്ക് അന്ന് 12 നാപ്പ. പറഞ്ഞ നയാ പൈസ. ചായക്ക് 12 നയാ പൈസ. ചായ മാറ്റി പാൽ ചായ ആക്കിയാൽ 2 നയാ പൈസ കുറഞ്ഞു. തുപ്പിലോട്ട് ഞാൻ ചായ അപ്പൊ തന്നെ വായിച്ചു. പാൽ ചായക്ക് 10 നയാ പൈസ. അരിമുറുക്ക് ഒന്നിന് 6 പൈസ. 25 നിന്ന് 16 പോയതല്ലേ. അത് പോട്ടെ, ബാക്കി കയ്യിലുണ്ടാവുമല്ലോ. വെറുതെ എന്തിനിപ്പോ തന്നെ എണ്ണി തല ഉണ്ടാക്കുന്നു. ഞാൻ ഓടി സിനിമാ കോട്ടയിലേക്ക് ഓടിപ്പോയി. സിനിമാ കോട്ടയുടെ അവിടെ ചെന്നപ്പോ പാൽ ചായ എപ്പോ കുടിക്കണോ അത് ഇന്റർവെല്ലിൽ വരെ കാക്കണം. അങ്ങനെ ഒരു ആഗ്രഹം. ടാക്കീസിന് തൊട്ടുള്ള ചായക്കടക്കാരൻ ചായ അടിക്കുന്ന കൊതിപ്പിക്കുന്ന ചായ അടിക്കുന്ന ശബ്ദം കേട്ട് തുടങ്ങിയത് മുതൽ അങ്ങനെ ഒരു സംശയം തുടങ്ങിയതാണ്. നല്ല തറവാടികളൊക്കെ ഇന്റർവെല്ലിനാണ് ചായ അടിക്കാൻ പോകുന്നത്. ഇപ്പൊ ചായ കുടിച്ചാൽ തറവാടി ചായക്ക് കാച്ച തികയാതെ വരും. അതുകൊണ്ട് ഇന്റർവെല്ലിൽ വരെ കാക്കാൻ തീരുമാനിച്ചു. ടിക്കറ്റ് കൊടുക്കാനുള്ള ബെല്ലടിച്ചു. സിനിമാ ടാക്കീസിൽ പാട്ടുള്ളിലേക്ക് വെച്ചു. എന്റെ കയ്യിൽ പാസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ടിക്കറ്റ് എടുക്കുന്നവരോടൊക്കെ എനിക്കൊരു പുച്ഛം തോന്നി. എന്തിനോ വേണ്ടി അതെ അങ്ങനെ വെച്ചു. ഞാൻ പാസിന്റെ ധൈര്യത്തിൽ പ്രവേശന കവാടത്തിലേക്ക് ചെന്ന് ഗമയിൽ പാസ് എടുത്ത് കാണിച്ചപ്പോ പുച്ഛം തിരിഞ്ഞു പറഞ്ഞ് അയാളുടെ നേരെ മുഖത്തായി. പാസ് എടുത്ത് തിരിച്ചും മറിച്ചും നോക്കിയിട്ട് മൂപ്പര് പറഞ്ഞു, ടിക്കറ്റ് എടുത്തവരാദ്യം കയറട്ടെ, അവിടെ മാറിയെന്നോ, ലാസ്റ്റിൽ കയറിയാൽ മതി. അതുവരെയുള്ള എൻ്റെ അഭിമാനത്തിന്റെ മുകളിലാണ് അയാൾ വില്ലനായി വന്നത്. ഞാൻ അമക്ഷത്തോടെ മാറിയെന്ന് മനസ്സ് പറഞ്ഞു, ഡാ ജോസ് പ്രകാശേ, എടാ എം.എൻ. നമ്പ്യാരെ, കെ.പി. ഉമ്മറെ, ഇതിന് ഞാൻ ഇവിടെ വെച്ച് പ്രതികാരം ചെയ്തില്ലെങ്കിൽ എന്നതാ നീ ഇങ്ങനെ ഏറ്റവും ഘനഗംഭീരനായ റെവഡി തന്ന പാസും പിടിച്ചിട്ട് എളിപ്പിനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ എന്നെങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് എന്നെങ്ങനെ നോക്കി പുച്ഛിച്ചകത്തേക്ക് കയറി പോകുന്നു. ആൾക്കാരൊക്കെ ഇങ്ങനെ തിയേറ്ററിലേക്ക് കടന്നു തുടങ്ങി. സിനിമ തുടങ്ങാനുള്ള ആദ്യത്തെ ഗാനം അകത്ത് വെച്ചു. ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ കൺമതിൽ ഗോപുര വാതിലിനരികിൽ കരുണാമയനവൻ കാത്തുനിന്നു, കരുണാമയനവൻ കാത്തുനിന്നു. അങ്ങനെ എന്റെ വിഷമം ഉള്ളിൽ അവായിച്ച് യേശുദാസ് ഉള്ളിലിരുന്ന് പാടാൻ തുടങ്ങി. കാത്തുനിന്നു. ഞാൻ ഗതികെട്ട ഒരാളോട് ചോദിച്ചു, എന്നെ കടത്തി വിടണോ അതോ ഞാൻ റെവഡി ശങ്കരേട്ടനോട് പറയണോ? എന്നെ കടത്തി വിടണോ അതോ ഞാൻ റെവഡി ശങ്കരേട്ടനോട് പറയണോ? ഞാൻ അങ്ങനെ ഒരു ധൈര്യത്തിന് വേണ്ടി കാലൊക്കെ ഇങ്ങനെ വർപ്പിച്ച് കക്ഷി റെവഡി ശങ്കരേട്ടൻ്റെ ഒരു പ്രേതം കയറി മാതിരി അങ്ങനെ നിൽക്കുകയാണ്. എന്താ ഈ ചെക്കൻ പറയണത് എന്നൊരു ഭാവമാണ് അയാളുടെ. അയാളത് ചോദിക്കുകയും ചെയ്തു. ഞാൻ ചോദ്യം ആവർത്തിച്ചു. തെരുവ് നാടകം പോലെ റെവഡി ശങ്കരൻ എന്ന് ഞാൻ 2-3 പ്രാവശ്യം ആവർത്തിച്ചപ്പോ ടിക്കറ്റ് എടുക്കാൻ നിന്നവർ എന്നെ തിരിഞ്ഞു നോക്കാൻ തുടങ്ങി. അതൊരു നല്ല ലക്ഷണമാണ് എനിക്ക് ബോധി. ഞാൻ കുറച്ചുകൂടി ശബ്ദം കൂട്ടി പറഞ്ഞു, എന്നോട് സിനിമ കണ്ടോളാൻ പറഞ്ഞ റെവഡി ശങ്കരേട്ടൻ എനിക്ക് തന്ന പാസ്സാണിത്. റെവഡി എന്ന് ഞങ്ങളെ പരമാവധി ഊതുന്നുണ്ട്. ശങ്കരേട്ടൻ ലോക്കോ ഷെട്ടിന്റെ അവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ കടത്തി വിട്ടില്ലെങ്കിൽ ഞാനിത് റെവഡി ശങ്കരേട്ടന് തിരിച്ചു കൊടുക്കും. അത്രേ ഉള്ളൂ. ബാക്കി എന്താ വെച്ചാൽ മൂപ്പര് തീരുമാനിക്കട്ടെ. മറുപടിക്ക് കാത്തു നിൽക്കാതെ ഞാൻ ഒറ്റ നടത്തും. പിന്നെ നിക്കടാ ഏതാ ചെക്കൻ തുടങ്ങിയിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അത് നല്ല 2ാമത്തെ ലക്ഷണമാണ് എനിക്ക് മനസ്സിലായി. ആൾക്കൂട്ടം എന്റെ ഭാഗം അന്വേഷിച്ചു തുടങ്ങിയിരിക്കുന്നു. ഞാൻ നടത്തത്തിന് സ്പീഡ് കൂട്ടി. കുറച്ചു ദൂരം നടന്നപ്പോഴേക്കും ഒരാൾ പിന്നാലെ ഓടി വന്ന് എന്നെ തടുത്തു. വായോ, അപ്പൊ ആളറിയാതെ പറഞ്ഞതാ
ശങ്കരേട്ടന്റെ പേര് പറഞ്ഞാൽ നിന്നെ കടത്തിവിടണ്ടേ, നിനക്കത് ആദ്യം അങ്ങോട്ട് പറഞ്ഞാൽ പോരായിരുന്നു. അതെ അതെ ഇത് നല്ല തമാശ എന്ന് തുടങ്ങി റെവഡി ശങ്കരേട്ട സ്തുതികളുടെ അകമ്പടിയോടെ എന്നെ തിരിച്ചു വിളിച്ചു. ഇത്രയ്ക്കും ബഹുമാനിക്കാവുന്ന ഒരു തസ്തികയാണ് റെവഡിയെങ്കിൽ ഭാവിയിൽ ഒരു റെവഡി ആയാലോ എന്ന് ഞാനപ്പോൾ ആലോചിച്ചു. കിരീടത്തിലെ കൊച്ചിനാമി ഹനീഫയുടെ ചെറിയൊരു പതിപ്പായി ഞാൻ. പെട്ടെന്ന് അവിടെ രൂപം കൊണ്ട റെവഡി ശങ്കര ഫാൻസ് അസോസിയേഷനും ഞാനും സംയുക്തമായിട്ടാണ് പിന്നീട് സിനിമയിലേക്ക് പ്രവേശിച്ചത്. എനിക്ക് പിന്നാലെ ഇങ്ങനെ അനവധി ആൾക്കാരുടെ കമ്പനിയോട് കൂടി. സിനിമ കാണാൻ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ മാങ്ങാക്കൂടെ അടിക്കിയതുപോലെ അവിടെ ഇവിടെ ആയിട്ട് 2-3 10-17 ആൾക്കാരും പിന്നെ ഞാനും മാത്രം. സ്ത്രീകളുടെ സീറ്റ് പൂർണ്ണമായി ഒഴിഞ്ഞു കിടക്കുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഒരു മുഴുവൻ ബെഞ്ചിന്റെ നടുവിൽ വിസ്തരിച്ച് സ്ഥലം പിടിച്ചു. റെവഡി ശങ്കരേട്ടന് സ്വന്തം ആളായിട്ട് വിലസാൻ തുടങ്ങുമ്പോഴേക്കും ലൈറ്റ് അണഞ്ഞു. ആളിൽ പുകവലിച്ചാൽ കൊല്ലുമെന്നൊക്കെ എഴുതി കാണിക്കാൻ തുടങ്ങി. സിനിമ തുടങ്ങി. മലയാള സിനിമയല്ല, മലയാളത്തിലേക്ക് മാർഗം കൂടി ഒരു തെലുങ്ക് പടമായിരുന്നു അത്. അഭിനപാളികളിൽ തിരക്കെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ സിനിമ. സംഭാഷണവും അഭിനയവും തമ്മിലായിരുന്നു സംഘട്ടനം. നടീനടന്മാർ ചുണ്ടനയ്ക്ക് തീർന്നാലും സംഭാഷണം തീരില്ല. സുമ്മനെ മാത്രമായിട്ടുള്ള കൊടുക്കുന്നതായിരിക്കും അവിടെ. ഇവിടെ ഞാൻ നിന്നോട് പറഞ്ഞതെന്നൊക്കെ ആയിരിക്കും പറയാം. ഇത് മൊത്തം ഒത്തുവരാത്ത മൊഴിമാറ്റാണ്, ഒത്തുവരുന്നില്ല. എനിക്കൊന്നും മനസ്സിലായില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കീശയിൽ ഇങ്ങനെ കൈയിട്ട് 4 ഭദ്രല്ലേ എന്നിങ്ങനെ ഉറപ്പ് വരുത്തുന്നുണ്ട്. പുറത്തു പോയി ഒരു പാൽച്ചായയും മുറുക്കും കഴിക്കാൻ ഇന്റർവെല്ലിന് പെട്ടെന്നാവട്ടെ എന്ന് ഞാൻ മുത്തപ്പനോട് പ്രാർത്ഥിച്ചു. സിനിമയല്ല, സ്ഥലത്തേക്ക് പാൽച്ചായ ഇന്റർവെല്ലായാൽ മതി. ആദ്യത്തെ റീല് കഴിഞ്ഞു. അന്ന് നമുക്ക് 4 റീലാണ് സിനിമ. അപ്പൊ 1-ാം ഭാഗത്തിന് നമ്മൾ 1 റീൽ എന്നാ പറയും. 2 ഭാഗം കഴിഞ്ഞാൽ ഇന്റർവെൽ, ഇടവേള. അത് കഴിഞ്ഞാലാണ് എല്ലാവരും വീഡിയോ വലിച്ച് പുറത്തേക്കൊക്കെ പോയി വാട്ടർ പുസ്തകമൊക്കെ ചായപ്പീടിയൊക്കെ ഇങ്ങോട്ട് വരും. ചായപ്പീടി അടുത്ത റീലിട്ട് 5 മിനിറ്റ് ആയപ്പോഴേക്കും അതിന്റെ ഫിലിം പൊട്ടി. ഇന്നത്തെ മാതിരിയല്ല, പൊട്ടും. എന്നിട്ട് ഇങ്ങനെ 5, 6, 8, 3, 2 എന്നൊക്കെ ഇങ്ങനെ മിന്നി വരും. പൊട്ടി. അപ്പോ 10-14 ആളെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കൂക്കിത്തെളിഞ്ഞവനെല്ലാരും നല്ല പ്രിന്റ് കൊണ്ടുപോടാ, ഓമന പുത്ര എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലീറ്റ് തെറിയാണ്. പിന്നെ ഇതിലൊന്നും പറയാൻ പറ്റാത്ത തെറിയാണ്. അങ്ങനെ കൂക്കുമ്പോ ഒരു പക്ക റെവഡിയുടെ പ്രതിനിധിയായ ഞാൻ കൂക്കാതിരിക്കുന്ന മോശമല്ലേ? ഞാനും കൂക്കി. പുളിമാങ്ങ കടിച്ച് പീപ്പുളി വിളിച്ച പോലെ എന്റെ കൂക്കല് ചലമ്പിച്ച് ചീറ്റിപ്പോയി. അതോടെ എല്ലാ കൂക്കലും നിന്നു. ഞാൻ കൂക്കാൻ തുടങ്ങിയപ്പോ എല്ലാരും നിന്നു. ബാള് കൊള്ളാലോ എന്നൊരു നെഗറ്റീവ് എനർജി പതുക്കെ പരക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. എന്തിനു പറയണു, അങ്ങനെ കാണാതിരിക്കുന്നവരും സിനിമയിലുള്ളവരും കൂടി കട്ടയ്ക്ക് അഭിനയിച്ച ഒരുവിധ ഇന്റർവ്യൂലായി. ഞാൻ ധൃതിയിൽ പുറത്ത് കിടന്ന് മൂത്രപ്പുരയുടെ ഭാഗത്തേക്ക് കാണുന്നു. വെളിച്ചം കുറഞ്ഞൊരു ബൾബ് വഴിക്കൊരു തെളിച്ചമായി കത്തിയിരുന്നു. എങ്കിലും ആ ഭാഗത്ത് കനത്തിട്ടാണ്. ബൾബുണ്ട് തന്നെ അറിയില്ല. അപ്പോഴാണ് തിരിച്ചു പോകാൻ എൻ്റെ കയ്യിൽ വെളിച്ചമൊന്നുമില്ലല്ലോ എന്നുള്ളൊരു ഓർമ്മ എൻ്റെ മനസ്സിൽ കനത്തു തുടങ്ങിയത്. പാൽച്ചായ മുറുക്കുമല്ല, ഒരു മെഴുകുതിരിയും തീപ്പെട്ടിയുമാണ് ആദ്യം വാങ്ങേണ്ടതെന്ന് തീരുമാനിച്ച് കീശയിൽ കൈയിട്ട് നോക്കുമ്പോ കാഴ്ച. ഇവിടെ ഒരു ഇന്റർവ്യൂ പറഞ്ഞില്ലേ, ആ കാശിന്റെ കാര്യം കട്ടപ്പോക്കെ കാശ് കാണാനല്ലേ കൂട്ടര്. ഇതിൻ്റെ ഒരു തുടർച്ച വീണ്ടും ഉണ്ടാവും എന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു തുടർച്ചയുമായി ഞങ്ങൾ വീണ്ടും വരും.